7 മണിക്കിട്ട അരിയാണ് ഇപ്പോഴാണ് ഏകദേശം വെന്ത്. നന്നായിട്ട് വെന്തോന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ പിന്നെ വാർത്തേച്ചു കിടന്നുറങ്ങണ്ടേ. എന്താ പൊന്നത്, എന്തോ ഒരു അരിയാത്. ഇവിടെ സമയം ഇത്രയായിട്ടും എണ്ണം പോലും കിടന്നിട്ടില്ല. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ആരാണ് ഉറങ്ങിയോ? കണ്ടു ഉറങ്ങിയോ? അമ്മ എന്നിട്ടല്ലേ ഇത് ഓഫാക്കാഞ്ഞേ? ഇതന്നെ ഈ വീട് ഇങ്ങനെ കിടക്കുന്ന പൂരപ്പുറം പോലെ. നാളെ പഠിത്തം ഉണ്ടാവോ? മഴ. ശരി. എഴുന്നേക്കാനുള്ള അലാറോ? പൊട്ടറ്റോ ഒന്നുമല്ല ഇത്, ഞാനാ ബീട്രൂട്ട്. പൊട്ടറ്റോ അല്ല, ബീട്രൂട്ട്. പൊട്ടറ്റോ എന്തിനുണ്ടാക്കുന്നത്? ബീട്രൂട്ട് ഉണ്ടല്ലോ, അല്ല വെട്ടിക്കെട്ട് ബീട്രൂട്ട് കണ്ടാ. ബീട്രൂട്ടിന്റെ വെള്ളമോ? പിന്നെ ഇപ്പം കുടിക്കും. അയ്യോ, ഇതന്നെ സുന്ദരനായിട്ട് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ. എന്നാ പറ്റി? കൊണ്ടുപോകണം. അല്ല, എന്നാലും ഇച്ചിരൂടെ നേരത്തെ ആണല്ലോ. പോഞ്ഞു കെട്ടി എടുത്തോണ്ട് പോകുമ്പോ ആ കൊച്ചു തന്നെ എടുത്തോണ്ട് പോകുന്നത്. അല്ല, ഞാൻ കണ്ടല്ലേ അവിടെ എടുത്തോണ്ട് വരുന്നേ. കഴിക്കാൻ അമ്മയോ കൂടെ പോയി വലിയ ഉത്തരവാദിത്തം കാണില്ല നാരായണിയോട്. ആർക്കടി വെള്ളം എടുക്കുന്നേ? അവൾക്ക് വേണ്ടെന്ന് പറഞ്ഞ കേട്ടില്ലേ? ഇടി, അവളുടെ സ്കൂളിൽ വെള്ളം ഉണ്ടെന്ന്. എങ്ങനെ കാണിക്കാൻ? സ്കൂളിൽ ഇവിടെ കൊണ്ടുപോയി ആ സ്കൂളിലോട്ട്. ചുമ്മാ രാവിലെ വാട്ടർ ബോട്ടിൽ അല്ലടി, നമ്മൾ ടാങ്ക് ഇതുപോലത്തെ വെള്ളം പിടിക്കുന്നതില്ലേ, ടാപ്പുള്ള മിനറൽ വാട്ടർ ടാങ്ക്. സമ്മതിച്ചു കേട്ടോടി. ഇതേ കൊച്ചിന് തയ്ച്ചു വെച്ചാ കണ്ടില്ലേന്ന്. എന്നാടി കുഴപ്പം? അല്ല, ആരാ പറഞ്ഞ എടുക്കാന്ന്? അപ്പൊ എന്നാ ചെയ്യണം? വരുന്ന വർഷം വേറെ തയ്ക്കണം. അതിന് എളുപ്പം ഇരിക്കുന്നത്, എന്നാ പാടിരിക്കുന്നേ?
ചുമ്മാ ഓരോ കാര്യം പറഞ്ഞേക്കാം. കറക്റ്റായിട്ടാണ് പുള്ളി തയ്ച്ചേക്കുന്നത്. ഒരു അങ്ങോട്ടോ ഇല്ല ഇങ്ങോട്ടോ ഇല്ല, അത്ര കൃത്യമായിട്ട് തയ്ച്ചു പറയാ. അതുകൊണ്ടല്ലേ തയ്ച്ചു വെച്ചേക്കുന്നത്. അത് ലൂസായിട്ട് തയ്ക്കണം. എന്നിട്ട് ഇവിടെ നടക്കുമ്പോ ഊരി പോണമായിരുന്നു. അടുത്ത വർഷത്തേനാണോ ഈ വർഷം തയ്ക്കുന്നത്? എല്ലാം നല്ല തയ്യക്കാരും കറക്റ്റായിട്ടാണ് തയ്ക്കുന്നത്. അല്ല വലിപ്പം കൂട്ടിയല്ല. ശ്യാമളമ്മയ്ക്ക് ബ്ലൗസ് തയ്ക്കുമ്പോൾ ഇച്ചിരി വണ്ണം വെച്ചാലോ എന്ന് വെച്ചിട്ട് ഇച്ചിരി വലുതാക്കി തയ്ച്ചാൽ അങ്ങനെ ഇരിക്കും. ആ അല്ല പിന്നെ വെറുതെ അടുത്ത വർഷത്തെ കാര്യം ഓർത്ത് ഇപ്പൊ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ? പ്രസിഡന്റ് ഗുളിക 2 എടുത്തായിരിക്കും. നാരായണിയൊക്കെ സംബന്ധിച്ച് നാരായണ വളർന്നിട്ടില്ല. 5ാം ക്ലാസ് തൊട്ട് അങ്ങനെ തന്നെ ഇരിക്കുക. അവൾക്ക് ആ യൂണിഫോം 10ാം ക്ലാസ് വരെ വളർന്നാലല്ലേ വേറെ പഠിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. യൂണിഫോം കുഴപ്പമില്ലായിരിക്കും. ഞാൻ എല്ലാം എടുത്ത് വെച്ചതേ കൂടി വരുന്നത് കണ്ടോടി. നീ വരുന്നില്ലേ? വണ്ടി തിരിച്ചു ഡ്രസ് ഇടുന്നില്ലേ? വണ്ടി തിരിച്ചു വരുമ്പോഴാണോ പോന്നെ? അമ്മ അതിന് തേക്കുമല്ലായിരുന്നോ? ആര് തേച്ചു? നീയല്ല തേക്കണം പറഞ്ഞേ. സ്ഥലത്ത് കിടക്കുന്നുണ്ടോന്നേ? ഇതാറിയായിരുന്നു. ഏതാ? വൈകുന്നേരം വരെ പ്രാക്ടീസ് ഉണ്ട്. സമയം കൊടുക്കലിന്റെ വീട്. അപ്പൊ നമ്മള് ഇതിന് ഇവിടെ ചെന്ന് ക്ലാസ് കഴിഞ്ഞ് ഇവിടെ സ്കൂൾ ബസ്സിനെ പോയിരുന്നേ. പറഞ്ഞോടി, ഗൂഗിൾ പറഞ്ഞോ പോവാൻ. നാരായണിയല്ലേ പറഞ്ഞേ? ഇന്ന് ഭയങ്കര കൊടും മഴയാന്നാ പറഞ്ഞത്. പക്ഷെ ആകാശമൊക്കെ ചേർന്ന് തെളിച്ചാണല്ലോ. പറഞ്ഞില്ലേ? പറഞ്ഞോ? ആ എന്നാ വാ. ആ പോ. അല്ല അത് കഴിഞ്ഞ് പറഞ്ഞു. കൊട എടുത്താ മഴ നനയെന്നുള്ള ആദ്യത്തെ സംഭവം എടുത്താലല്ല. പിന്നെ ഓ ഐ സി. ആരാ? എന്തേ ഞങ്ങളുടെ സുന്ദരൻ? എന്നാണോ? വാ. ആ ആ അതെ, അവള് സ്കൂളിൽ പോവാ. അത്ര കേസൊന്നുമില്ല. അപ്പൊ കുറച്ചേക്കരുത്. വാ വാ വാ. അയ്യോ പതിയെ അടയ്ക്കണ്ട, ചേച്ചിപ്പനുണ്ട്. വൈകിട്ട് ആ സ്കൂൾ ബസ്സിന് അവരെന്നെയും കൂടെ വിടുവായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. സ്കൂൾ ബസ്സിന് എന്നെയും കൂടെ വിടുവായിരുന്നെങ്കിൽ അവരുടെ വൈകിട്ട് ഞാൻ പോകുന്നുണ്ടല്ലോ. ആ ഞാൻ പറഞ്ഞു വെച്ചു ആൻറ്റിയോട്. എന്നാ ഞാൻ കൺമഷി എടുത്തോണ്ട് പോവാം. കൺമഷിയൊക്കെ നിന്റെ ബസ്സാലുള്ള അമലങ്ങള് അവൾക്ക് കുഴപ്പമില്ല. അവള് വീട്ടിലോട്ട് സ്കൂളിൽ വെച്ച് നല്ല പോകും. ആരെയാ തല്ലിക്കൂലെന്ന്? ആരെയാന്ന് കൂടെ പറ. ഹലോ അടച്ചേക്കോ? അടച്ചേക്കോ? അതിലടച്ചേക്കോ? മിനി ചേച്ചി വാതിലടച്ചേക്കോന്ന് അറിയത്തില്ല.
പാമ്പടി സിംബയാണോ? പതിയെ ഓടണ്ട. വണ്ടി തിരിച്ചു വന്നാലും അവിടെ കിടക്കൂല, പോകാമല്ലോ, കിടന്ന് ബഹളം വെക്കാണ്ട. അവിടെ നിന്നാലും കേറാലോ. ഒറ്റ നോട്ടത്തിൽ ഞാൻ ദഹിച്ചു പോയി ഭഗവാനെ. ടി വി ആണോ അറിയാമോ? കലിപ്പ, കലിപ്പോട് കലിപ്പ്, കലിപ്പ് ഹേ കലിപ്പ്. ഇവരെവിടം വരെ പോയടാ? നീ അങ്ങോട്ട് വന്നോടാ. എന്നപ്പാ അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട. ഒക്കെ അവളെപ്പോഴും അവളെപ്പോഴേ പോയി. ഓട്ടോയ്ക്കാ പണിക്ക് പോകുന്നത്. ചേച്ചി പോട്ടെ. ബാബു കൊച്ചുണ്ടോ? കൊച്ച് ഹൈദരാബാദ്. ചേച്ചിന്റെ അവളും അവിടെയാ. എവിടെ? ഹൈദരാബാദ്. എന്നാ നീ കേട്ടില്ലേ? ഹൈദരാബാദ് അവിടെ ജോലിയാ. ആർക്ക്? ചേച്ചിക്ക്. കൊച്ചു പോകുന്നുണ്ടോ? എനിക്കറിയത്തില്ല. നാരായണ ചേച്ചിക്കോ? ബസ് ഇന്ന് മിക്കവാറും ബസ് കിട്ടത്തില്ലായിരിക്കുമല്ലോ. അവളത് ഇറങ്ങിയിട്ടില്ല ഇതുവരെ. എൻ്റെ പൊന്നെ, എന്നാ വലിയൊരു മലവെള്ളം ഒഴുകി അങ്ങ് പോയ പോലെ രണ്ടാണ് സ്കൂളിൽ പോകുന്നത്. നാരായണി പിന്നെ വലിയ അലമ്പില്ല, ശാംഭവിയാണ്. ചുമ്മാ അലമ്പ, ഒരു മണിക്കൂറിനകത്ത് അലമ്പ ശാമ്പവി. എണീപ്പിക്കുന്നത്, കുളിപ്പിക്കുന്നത്, പല്ല് തേപ്പിക്കുന്നത്, ഇത് വലിയൊരു ടാസ്ക്കാണ്. പിന്നെ എല്ലാം കഴിഞ്ഞ് പോകാൻ മടി. എന്നിട്ട് എല്ലാ യൂണിഫോമും ഡ്രസ്സും എല്ലാം അല്ല യൂണിഫോം ഒക്കെ ഇട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് പോവുകയും ചെയ്യണം. ഇതാണ് ഇന്ന് കോഴിക്കോട് അടച്ചില്ല കണ്ടോ. ഇങ്ങോട്ട് വന്നാ പോരായിരുന്നോ? എന്നാ എന്നാ ഇതാ വിജയമ്മ വിജയം വിജയം. ഹായ് ഹായ്, എന്താ ഉണ്ടാക്കിയേ? എന്താ ഉണ്ടാക്കിയേ? മീൻകറി. മോള് എന്റെ മോള്. അത് മീൻകറി ഉണ്ടാക്കിയേ? മോളാ. മോളെ മോള് വീട്ടിലാണ്. പൊന്നു പോയിട്ട് വായേ. എന്നാ കഴിച്ചോ? ചോറിനാക്കിയോ? എന്നാ കഴിച്ചോ? ചോറിനാക്കിയേ? എന്റെ മോളാണേ. പോയിട്ട് വാ കേട്ടോ. ആ, നാളെ കാണാവേ. ഓ. അതുകൊണ്ട് വന്ന് ഈ 2 ദിവസമൊക്കെ വേണ്ടേ അല്ലേ കാർഡിയോളജി വിഭാഗമേ? ഡോക്ടറാണെങ്കിൽ ഒരു പിന്നെ ഒത്തിരി പേരുണ്ടല്ലോ. ആ സമയമാകുമ്പോൾ അന്ന് എന്ത് ആളാണ്. അപ്പോൾ പുള്ളി ഒരു ആഴ്ചയിൽ ഒരു 2-3 ദിവസം 2 ദിവസമെങ്കിലും വേണ്ട. ഇത് ആഴ്ച ഒരു ചൊവ്വാഴ്ച മാത്രം. വെള്ളിയാഴ്ച വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഓപ്പറേഷൻ അതിനൊക്കെ വരും. OPയുടെ കാര്യം പറഞ്ഞത്. OP വന്നാലല്ലേ. അപ്പം അതുകൊണ്ട് നമുക്ക് തന്നെ പറ്റും. നമ്മൾ വീണ്ടും പോയി ഇനി അടുത്ത ചൊവ്വാഴ്ച വരെ നോക്കിയിരിക്കണം. അല്ല പുള്ളിയുടെ വീട്ടിൽ പോയി കാണാം. വീട്ടിൽ പോയി കാണുമ്പോൾ അദ്ദേഹം പറയും അഡ്മിറ്റ് ആകാൻ പറയും. എന്തൊക്കെ സംഭവമാണെന്ന് ആലോചിക്കും. അമ്മ പെട്ടെന്ന് അഡ്മിറ്റ് ആവുമെന്ന് പറഞ്ഞ ബഹളമല്ലായിരുന്നോ? അഡ്മിറ്റ് ആവണമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ പക്ഷെ അത് അല്ല അത് കഴിഞ്ഞ് ഗുളിക തന്ന് വിട്ട് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് എന്നാ പ്രശ്നം? ഇപ്പം 2 ആഴ്ചയായില്ലേ. ഒന്നും പറയല്ലേ, വായി വെച്ചോണ്ടിരിക്കണം. ഒന്നും പറയരുതേ. പുള്ളിയോട് പറഞ്ഞായിരുന്നോ? ഒന്നാമത്തെ കാര്യം ശ്വാസം മുട്ടൽ എന്താണെന്ന് അമ്മയ്ക്കറിയാവോ?
ആവശ്യമില്ലാത്ത കാര്യത്തിൽ ടെൻഷൻ അടിക്കുന്നതും ആവശ്യമില്ലാത്ത കാര്യത്തിൽ പോയി തലയിടുന്നത് നിർത്തുക. മനസ്സിലായോ? വെപ്രളം അടിക്കേണ്ട ഒരാവശ്യം അമ്മയ്ക്ക് പോലില്ല തൽക്കാലം. ഇപ്പം ഒരു കേസും ഇല്ല. നല്ല തെളിച്ചോ കൊടും മഴയാണ് ഇന്ന് വാർത്ത കേട്ടാൽ. ആണോ? കൊടുമഴ ഒരു കൊടുമഴയില്ല, നല്ല തെളിഞ്ഞു നിൽക്കുന്നു. ഉച്ച കഴിഞ്ഞ് ചിലപ്പോൾ തകർക്കുമായിരിക്കും. അപ്പ ചെടി വെക്കണം. കൊള്ളാം കൊള്ളാം. മീൻകറി ചേച്ചിക്ക് ഇന്ന് മീൻകറിയാണല്ലോ. അപ്പേ ബിനിയമ്മയുടെ മോള് ഇവിടെ ആരും ഇല്ലേ? ഓ ഇപ്പം പോയാനെ. അതാ കയ്യെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടക്കല്ലേ. കയ്യെ പിടിച്ചിരുന്നതുകൊണ്ട് താഴെ ചെന്നില്ല, നിരത്ത് വരെ. നാരായണൂടെ പോ. ഇവിടെ ഒന്നും വീഴത്തില്ലേ, അവിടെയാ വിഷയം. ഉറക്കം. ബസ്സോ? നാരായണൻ്റെ ബസ്സല്ലേ? അയ്യോ, ഞാനിപ്പം വീണേ. ഇവിടൊക്കെ തെന്നലുണ്ട്. ഏത് വെച്ച് നീ ഇവിടെ വന്നോ? നാരായണി പോയിട്ടിറങ്ങി വന്നാൽ മതി. പോയിട്ട് വന്നാൽ മതി. നാരായണ ചേച്ചി ഇവിടെ ബസ് വന്നു കഴിഞ്ഞാൽ ശാമ്പൂടെ ബസ് വരത്തുള്ളൂ. അവിടെ വന്നോ. അവള് പോട്ടെ. വൈകിട്ട് എന്തായിരുന്നാണോ? ശ്യാമളാൻ്റെ എടുത്തോ? അങ്ങനെ പോകുന്നില്ലേ? എന്നാൽ തിരിച്ച് ഇങ്ങോട്ട് പോര്, ബസ്സിന് പോര്. പറഞ്ഞോളാം വിളിച്ച് കേട്ടോ. എൻ്റെ അവിടെ തന്നെ എന്നാ ഇവിടെ അതിൻ്റെ പാടൊക്കെ ഉള്ള ക്രീമും കുന്തവും കുറച്ചൊക്കെ വാരി പൊളിച്ച് തേക്കുന്നതാണ് കേട്ടോ. ആ കൈ കിട്ട് നല്ല എടുത്ത് വെച്ചോ. പിന്നെ നാരായണി പോട്ടെ. ബസ് വന്നു ഇല്ലേ? നാരായണ ബസ് വെച്ചോ. ആദ്യം ആ വണ്ടിയെ കയറുന്നത് നാരായണിയാ. നാരായണി കയറി അവിടെ നിന്നാണ് വണ്ടി എടുത്തോണ്ടിരുന്നത് ആദ്യം. ചുമയുണ്ടല്ലോ. ചുമ കുത്തിയതല്ല. അയ്യോ ബുജ്ജി ബുജ്ജി അതാ
ഇന്നലത്തെ മഴയുടെ അത്യാവശ്യം നല്ല വെള്ളമുണ്ട് ആറ്റിൽ. ജോഷിയുണ്ടോ? പൈസ തരാനുണ്ടായിരുന്നു. ആ വൈകിട്ട് തരാമെന്ന് പറഞ്ഞു. പിന്നെ ഞാനൊന്നും തന്നില്ല, ഇന്നലെയും തന്നില്ല. പണിയുണ്ടായിരുന്ന അവിടെ അവിടുന്ന് എല്ലാം പൈസ മേടിച്ചിട്ട് അവർ ഇറക്കി വിട്ടാ അവിടുന്ന്. ആ അവർ കടയിൽ ചെന്നായിരുന്നു ഞാൻ. അവർ പറഞ്ഞ് അവരുടെ പേരും പറഞ്ഞ് അവിടെ ഇവിടെ എല്ലാം പോയി കടം മേടിക്കുമായിരുന്നു. ഇവിടുന്ന് എല്ലാം പൈസ മേടിച്ചു പുള്ളി. ഇറച്ചി കൊണ്ട് കൊടുത്തിട്ടേ ഇവരുടെ പേരും പറഞ്ഞ് പൈസ മേടിച്ചു അവിടുന്ന്. പൈസ മാത്രമല്ല സാധനങ്ങളും ഒക്കെ മേടിച്ചു. അങ്ങനെ കുറേ ഇത് അവിടെ ഇവിടെയൊക്കെ ആയപ്പോൾ തന്നെ അവരവിടെ നിന്ന് പറഞ്ഞു വിട്ടാ. പിന്നെ അങ്ങനെ പണി കാണും. മര്യാദയ്ക്ക് വയ്ക്കണ്ട എവിടെയെങ്കിലും പോയാ. ആരാ പുള്ളിക്ക് ചിലവിനൊക്കെ കൊടുക്കുന്നത്? ആ വൈഫ് ഗൾഫിലാണോ? ആ കൊച്ചിൻ്റെ കാര്യമൊക്കെ നോക്കുന്ന ആരാ? ആണോ? പൈസ കൊടുക്കുന്നോ കൊച്ചിന്? അല്ല ആക്കോ? കൊച്ചിന് എന്തോ ആവശ്യത്തിന് വേണമെന്നും പറഞ്ഞുകൊണ്ടാണ് എൻ്റെ ഇത് പൈസ മേടിച്ചത്. എന്തോ ഇതാണ് അവസ്ഥ. എന്നാ പറയാനാ നമ്മൾ, എന്നാ ചെയ്യാനോ? ഈ ഭാഗത്തൊക്കെ കാണുന്ന ആ ടീം നോക്കിയിട്ട് പോവാം. ഇത്രയും ഭാഗത്തൊക്കെ കാണുന്ന ഈ കടയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ നിന്ന് ഇവരെ പറ്റിച്ചിട്ട് ചാടിയതാണ്. എന്നാ എന്നാ സംശയം? അതെ പോകാനാണ് എപ്പോഴേ പോകണമല്ലേ? അതെ അന്നേരം പോയില്ല, ഇനിയാ പോകാൻ പോകുന്നത്. അതെ ചുമ്മാ ഇറങ്ങിയാ നല്ല ലൈറ്റാണല്ലോ. ഇന്ന് ഭയങ്കര മഴയും ഭയങ്കര വിഷയമാണെന്നായിരുന്നു വാർത്തയിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം വെയിലാണ്. ചിലപ്പോൾ ഇവർ പറയുന്നത് കഴിഞ്ഞിട്ട് ഒരു ദിവസമോ 2 ദിവസമോ കഴിഞ്ഞിട്ട് ആ സാധനം വരും. ഇവർ പറയും വരികയല്ല. അപ്പോൾ ആൾക്കാരവർക്ക് ഇവർ ചുമ്മാ പറയുന്നതാണ്. കാരണം ഇവിടെ നമ്മുടെ ഈ മലയുടെ അവിടെ ഈ പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കാലാവസ്ഥ പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു മലയുടെ ചെരുവ്, ഒരു കാറ്റിൻ്റെ ദിശ മാറില്ലോ, ചെറിയൊരു വ്യത്യാസം വന്നാൽ ഇവിടുത്തെ കളി മൊത്തം മാറും. ആകാശം നിൽക്കുന്നുണ്ടോ? ഇതിൽ കൂടുതൽ എങ്ങനെയാണ് തെളിഞ്ഞിരിക്കുന്നത്?
ആ ഇതന്നെ തമിഴിലാണോ പറഞ്ഞ എന്നാ അമ്മയോട് ആഹാരം കഴിച്ചിട്ട് ഗുളിക കഴിക്കാൻ പറഞ്ഞാൽ അമ്മ കേൾക്കത്തില്ല കേട്ടോ. അമ്മ ഇങ്ങനെ തുടങ്ങിയാൽ ഒരു രക്ഷയില്ല. തമാശ പറഞ്ഞല്ല. എടുത്ത് മാറ്റി വെച്ചിട്ട് ആഹാരം കഴിച്ചേ, എന്നിട്ട് ഗുളിക കഴിക്കുക. എന്നിട്ട് അമ്മ എന്നാ വേണമെങ്കിലും ചെയ്തോ. മണി 9 മണിയായി, എന്നിട്ട് ഗുളിക കഴിക്കണം. ഉച്ചയ്ക്കാണോ ഗുളിക കഴിക്കേണ്ടത്? രാവിലത്തെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ തന്നെ ഉണ്ടാക്കി. പക്ഷെ എനിക്ക് അതിൻ്റെ മുള്ള് തലയല്ലേ മുള്ളു പോകണം. അത് പേടിയായിരുന്നു. ഗീതമായി വൈക്കത്തോന്ന് അവൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാ. അന്ന് ദിവ്യേനെ പ്രസവത്തിന് വിടാൻ വേണ്ടി അന്ന് തന്നതായിരുന്നു. അത് എടുത്തിട്ടില്ല. പിന്നെ അത് മറന്നുപോയി, പല തീയതി എടുത്തിട്ടില്ല. പക്ഷെ ഇപ്പം കണ്ട അതിനൊരു ഇത് വന്നപ്പോൾ കണ്ടോ, ഇപ്പോൾ കൊച്ചിനെ കാണാൻ പോയിട്ട് വന്നതേ ഉള്ളൂ. കൊച്ചുണ്ടായിട്ട് ഇപ്പം എത്ര, 1 മാസം കഴിഞ്ഞില്ലേ? 1 മാസമോ? 6 എത്രയായിരുന്നു അതല്ലേ? അങ്ങനെ വെച്ചാൽ മതി അല്ലേ? 1 മാസം പോടി. 6-ാം തീയതി അപ്പോൾ 16 കൂട്ടിക്ക്. ശരിയാ. ഇത് ഞാൻ ഒരു തവണ എടുക്കാം. പിന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല. അല്ല അമ്മ ഇവിടെ വേണം, എന്നാലേ ഇതിനെ ഇങ്ങനെ ഈ സംഭവം ചെയ്യാനായിട്ടേ. അമ്മ ഇവിടെ നിൽക്കുന്നില്ലായിരുന്നല്ലോ, ഒന്നാമത്തെ കാര്യം അതാണ് പറ്റിപ്പോയത്. അമ്മ വരുമ്പോൾ എടുക്കാൻ നോക്കുമ്പോഴേക്കും നടക്കില്ല, എന്തെങ്കിലും കേട്ടായിരിക്കും. Now connected to means 2. ചോറിട്ടും വേണ്ടല്ല. ശ്യാമളമ്മ ഇപ്പൊ കണ്ടോണം ചോറ് പോകുന്ന പോക്ക്. ശ്യാമളമേനല്ല ഞാൻ. ചമ്മന്തി സ്മാ. യോ ഉപ്പ് വേണമെന്ന് നോക്കിയേ, അങ്ങനെ ഇപ്പം തരണം. നമ്മൾ മേടിച്ചു. അമ്മായിയുടെ ഒക്കെ വീട്ടിൽ അവിടെ ശരിയാക്കിയതാ, ഉണക്കി. ചേർത്തലക്കാരല്ലേ, അവിടെ ഇതൊക്കെ സുലഭം. അതിൻ്റെതായ ഒരു ഗുണമൊക്കെ ഉണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. അടിപൊളിയല്ലേ? പിന്നെ ജയ ഉണ്ടാക്കിയതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ, അരച്ചതിൻ്റെ കാണണം. ഗ്യാസിൻ്റെ ആയിരിക്കും ഇങ്ങനെ പറഞ്ഞേ. വിളിച്ച് വരണ്ടായിരിക്കും, ചിലപ്പോൾ ഡിസ്ചാർജ് വിട്ടാൽ തന്നെ ആയിരുന്നു ഓർത്തിട്ട് വിളിക്കാൻ പറഞ്ഞപ്പോൾ വിളിച്ചു. ഉണ്ടാവും നോക്കിയ ബിജു ഡോക്ടറുണ്ട്, കാർഡിയോളജിസ്റ്റ്. അമ്മ നോക്കിയ ആൾ തന്നെ. അവിടെ എല്ലാം മാറ്റാൻ പറഞ്ഞു. ആ അറ്റാക്കിൻ്റെ ആരംഭം അമ്മയ്ക്കുള്ള പോലെ തന്നെ. അതിനാശം ഞാൻ പറഞ്ഞു അതിനോണം ശ്രദ്ധിക്കണം, നോക്കണം. ശ്യാമളമ്മ ഗുളികയൊക്കെ എടുത്തോ? എനിക്ക് അവിടെ പണിയുണ്ട്. ചെവി വിളിച്ചു അവിടെ വേറെ. ഒന്ന് വരാവോ?
എന്നാ നോക്കിയോ അമ്മ കണ്ണാടി കൂടെ എന്തി അമ്മയുടെ ഞാൻ എടുത്തോ? പിന്നെ ആരെടുത്ത് മാറ്റിയെന്നാ ഈ പറയുന്നേ? കൂടെ ഇല്ലേ കുഴപ്പമില്ല, അമ്മ കണ്ണാടി വെച്ചാ ഏതെങ്കിലും കൂടിനകത്ത് എടുത്തോണ്ട് വാ. അമ്മ ഏതെങ്കിലും കൂടിനകത്ത് എടുത്തോണ്ട് വരാന്. മേളിൽ കൂടിരിക്കും അതിനകത്ത് കണ്ണാടി എന്നതിനാ ഊരുന്നേ? കൊട എടുക്ക, അത് ഫുൾ ടൈം വെക്കാം. നീ കൊട എടുക്ക. അത് കൊള്ളാം. ആ കാർഡ് വേണോന്നേ? കാർഡ് ഫോട്ടോ എടുത്താലും മതി, ഏതായാലും ആ കാർഡ് കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. പോയിട്ടേ സ്കൂളില് പോയിട്ടാ കൊച്ചില്ലേ? ആ ആ ജയയുടെ ആങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോകാൻ പറയുന്ന ജയ വിളിച്ച് പറഞ്ഞു. ശാലം സീനാന്ന് തോന്നുന്നു. ശ്യാമളമ്മ വീട്ടിലോട്ട് വിട്ടിട്ട് ജയയും സവിതയും കൂടെ ആംബുലൻസ് വിളിച്ച് മെഡിക്കൽ കോളേജിലോട്ട് പോയിട്ടുണ്ട്. ഇന്ന് നല്ല വെയിലാണ്, നല്ല തെളിച്ചമുണ്ട്. എനിക്കൊന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട്. കാറ്റോ? ഇന്ന് രാവിലെ വന്നൊരു മെസ്സേജാണ്. 24 മണിക്കൂറിനുള്ളിൽ കേരളത്തിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട കുറച്ച് ചെറിയ മൂടലൊക്കെ അങ്ങൊന്ന് കയറി വരുന്നുണ്ട്. അത് ചിലപ്പോൾ ഉച്ചയെ കഴിയുമ്പോൾ സെറ്റെത്തി ആവാൻ സാധ്യതയുണ്ട്. മഴ വരുന്നവരും കിടക്കുന്നതുകൊണ്ടാണ്, അല്ലേ അതൊന്നും വലിയ കാര്യമുള്ള കേസല്ല. BSNലോട്ട് മാറാൻ നോക്കാം. BSNലോട്ട് ഒരു സിമ്മ് പോർട്ട് ചെയ്യാൻ വേണ്ടി പോയാൽ കഴിഞ്ഞ ദിവസം കൊടുത്തിട്ട് അമ്മമാരെല്ലാം എഴുതിയെല്ലാം പൈസ എല്ലാം മേടിച്ച് വെച്ച് പോർട്ടായില്ല പറഞ്ഞ സമയത്ത്. ഇന്ന് ഞാനപ്പോൾ അതൊന്നും അനങ്ങിയിട്ടില്ല. ആ സാധനം ചെയ്തതിനെന്തോ പ്രശ്നമുണ്ടായിട്ട് വീണ്ടും ചെയ്തിപ്പോൾ വന്നിട്ടുണ്ട്. എന്താവുമോ എന്തോ.
2 മണിയൊക്കെ ആയപ്പോഴത്തേനും ആകാശത്തിൻ്റെ സെറ്റപ്പൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഉണ്ടോ, നീല കളറൊക്കെ പോയി. മഴ പെയ്യാനുള്ള സാധ്യത ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. നാരായണ ഇന്ന് ആൻറ്റിയുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. എന്തേറ്റി തന്നെ ഇങ്ങോട്ട് വരികയില്ല. നീ ഇന്ന് വരത്തില്ലെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പറയണ്ടേ? ഞാൻ തന്നെ അവിടെ ചെന്നപ്പോഴാ ശ്യാമളാൻ്റെ അടുത്ത് ഞാൻ വിചാരിച്ചു ബസ് പോയി കാണുന്നു. ശ്യാമളാൻ്റെ എന്നെ നോക്കിയിരിക്കുകയല്ലേ? ആൻറ്റി എന്നെ നോക്കിയിരിക്കുകയല്ലേ? പ്രാക്ടീസ് ഇല്ലായിരുന്നോ? അതെ, സാറ് താമസം വിട്ടെ. സാറിന് 3:45 വിടുന്ന 4 മണിയായപ്പോ നിക്ക് ഇതും കൂടെ എഴുതിട്ട് വന്നു പറഞ്ഞ് നിർത്തിയിട്ട്. അമ്മ എന്തേ? അയച്ചിട്ട് മെഡിക്കൽ കോളേജ് റഹ്മാമൻ അറ്റാക്ക്. പ്രഭുമാമനോ? പിന്നെ പാരമ്പര്യോ? ആ ബ്ലോക്ക് എന്താ ചെറിയ പ്രശ്നം. ICU ഇല്ല, മെഡിക്കൽ കോളേജ്. അറ്റാക്കിൻ്റെ ലക്ഷണം അങ്ങാണ്ടൊക്കെ പറയുന്നത്. ഒന്നും വരുന്നില്ലായിരിക്കും അവള്, അറിയത്തില്ല. ഇനി ഷാമ്പൂ വിളിക്കാൻ പോകണം 5:30 ആകുമ്പോൾ. അങ്ങനെ വല്ലതും കിട്ടുമെന്ന് അറിയാം. നാരായണയോട് പൂരി ഉണ്ടാക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാ പോകുന്നതെന്ന്. എന്താവോ എന്തോ. ജയിന്ന് വരുന്ന ലക്ഷണമില്ല. അപ്പോൾ 2 പേരേ ഉള്ളൂ മെഡിക്കൽ കോളേജ്. അപ്പോൾ അത് 2 പേര് വേണം. പക്ഷെ രാത്രിയിൽ ഒരാളകത്തും ഒരാൾ പുറത്തും അങ്ങനെയൊക്കെ ആയിരിക്കും. അവിടെ അങ്ങനെ ഇരുന്നൊക്കെ ഉറങ്ങാനേ പറ്റുള്ളൂ. കാഞ്ഞിരപ്പള്ളിയിലുള്ള ആശുപത്രി പോയതാണ്. അവിടുന്ന് മെഡിക്കൽ കോളേജിന് പറഞ്ഞു വിട്ടു. ആ ശരി ശരി. ഇന്ന് രാവിലെ ചെറുതായിട്ടുള്ളായിരുന്നു. ഇത് അടച്ചില്ല. കുറ്റിയിട്ടില്ലല്ലോ. എന്നാ പാലോ? പാലോ എടുത്തു. എന്നാ സാധനം? ഒന്നുമില്ല. പൊക്കോ പോയടി. ആ പൊക്കോ. ഓട്ടോ ഒന്നുമില്ല. ഓട്ടോ ഒന്നും അങ്ങനെ വരത്തില്ല. പൊക്കോ. മനോജ്മാൻ ഓട്ടോ ഉണ്ട്. ഇല്ലെന്നേ. ഓട്ടോ ഇല്ലെന്ന് പറഞ്ഞില്ല. ഓട്ടോ വന്നാലല്ലേ പോകത്തുള്ളൂ. മനോജൊന്നും വരത്തൊന്നുമില്ല അങ്ങനെ. എന്നാൽ നീ ഇവിടെ വന്നു, ഞാൻ പോവാണേ. വേണ്ടല്ലോ. ഓട്ടോ ഉണ്ടല്ലേ? ഓട്ടോയ്ക്ക് പോവാം. ഓട്ടോ ഇല്ലല്ലോ. പിന്നെ അങ്ങ് വരുമല്ലോ ഓട്ടോ. കയ്യും കെട്ടി അങ്ങ് നിന്നോ, ഓട്ടോ വരും. വഴി ഇങ്ങോട്ട് മര്യാദയ്ക്ക്. 2 ദിവസം ഓട്ടോ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നും വരണം അല്ലേ? വാങ്ങി കേട്ടോ. എന്നാൽ ഇവിടെ കയറി നിന്നു, ഞാൻ പോട്ടെ. അവിടെ സൈഡിലോട്ട് മാറി നിന്നു. ഞാൻ ഏട്ടൻ വരുമ്പോൾ നീ വന്നാൽ മതി. വാ മാറിയിരിക്കും, ഞാൻ വണ്ടി വരും. ഞാൻ പോട്ടെ. ആ നീ ഓട്ടോ വന്നിട്ട് വന്നാൽ മതി. ഞാൻ പോവാണേ. ഞാൻ നാരായണിയോടെ പൂരി ഉണ്ടാക്കുന്നുണ്ടെന്ന്. പൂരി ഉണ്ടാക്കാൻ പറഞ്ഞു നാരായണിയോടെ. അവൾ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ പോയി തിന്നട്ടെ. നീ ഇവിടെ നിന്നോളൂ. ഞാൻ പോവാ. ഓട്ടോ ഒന്നും വരത്തില്ലടി. എന്നും ഓട്ടോ വരുവാണോ? ആ വേറെ അറിയണ്ട. വാ പാടി. അത് ഓട്ടോയാ, പക്ഷെ അത് ഇങ്ങോട്ടല്ലെന്നേ ഉള്ളൂ. അത് വേറെ ഓട്ടോയാ. ബാ എടി വരാൻ. വരാൻ പറഞ്ഞില്ലേ?
ശാമ്പുവേ വടി എടുക്കണോ? അത് പോയി വാ, ആ ഓട്ടോ ഒക്കെ പോയി വാ മാടി മാടി. 2 ദിവസം ഓട്ടോ വന്നപ്പോഴത്തേക്ക് നിനക്ക് പിന്നെ നടക്കത്തില്ലല്ലേ? ആ ഞാൻ കണ്ട പോലും ഇല്ല എന്നാ പൊക്കോ. ആ മതി. നിനക്കില്ല, നീ ഓട്ടോയ്ക്കല്ലേ വരുന്നുള്ളൂ. പോ. ആ പാനിപ്പൂരി അല്ല, സാധാ പൂരി. പൂരി നാരായണി. കറിയൊന്നും ഉണ്ടാക്കുന്നില്ല, പൂരി തന്നെ ആയിരുന്നു തിന്നോളം വേണം. മതിയോ? പിന്നെ സിനിമ, TV ഇല്ല, ഒന്നുമില്ല. ആ നിനക്കെന്നാ ചുമ? നിനക്ക് ഭയങ്കര ചുമയാന്ന് പറഞ്ഞല്ലോ. ഇല്ല. പിന്നെ വരും. ഇപ്പൊ ഈ സമയത്താ വണ്ടി വരുന്നത്. വാ 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 പോ. ആ പോവാം. വരണ്ട. ആ വരട്ടാ. ആ പിന്നെ എന്നാ ആർക്ക്? നിനക്കോ? ഉണ്ട്, നീ ചുമയാണെ പോകണ്ടെന്ന്. ആ ചുമ മാറിയിട്ട് വിട്ടാൽ മതി എന്നെ പറഞ്ഞു. ജനങ്ങൾ പറഞ്ഞ കേട്ടില്ലേ, ചുമ ഭയങ്കര ചുമയാ, ചുമ കഴിഞ്ഞിട്ട് വിട്ടാൽ മതിയെന്ന്. ഓ അതെവിടെയാണ് എനിക്കറിയത്തില്ല. നിനക്കറിയോ? നല്ല കാറ്റുണ്ടല്ലോ ഇവിടെ. ഇവിടെ കണ്ടോ കാറ്റ് വരുന്നത്? സൂര്യാസ്തമിക്കാറായി. ജയമ ഇല്ല, ജയമ ആശുപത്രിയിൽ പോയി. പ്രഭുമാമൻ്റെ കൂടെ. പ്രഭുമാമൻ ശ്യാമളമ്മ കുട്ടപ്പായ എടുത്തു പോയി. പ്രഭുമാമൻ്റെ അടുത്ത് സബിത മാമിയും ജയയും പ്രഭുമാമൻ്റെ കൂടെ മെഡിക്കൽ കോളേജിൽ. പ്രഭുമാമൻ അസുഖം. പ്രഭുമാമന് എന്തോ ആ പനിയൊന്നുമല്ല, വേറെ അസുഖം. ചങ്ക് വേദന, ചങ്കിന് വേദന. വയറല്ല, ചങ്ക്. നിനക്ക് വയറുവേദന വരെ അറിയത്തുള്ളൂ അല്ലേ? കടയിൽ പോയി ഞാൻ ചേട്ടൻ.
വരത്തില്ലായിരുന്നു അവിടെ വണ്ടി 2 ദിവസം അടുപ്പിച്ചപ്പോൾ കൊണ്ടുവന്നില്ലേ? 2 ദിവസം അടുപ്പിച്ച് കൊണ്ടുവന്നോണ്ടേ അവിടെ നിൽക്കുമായിരുന്നു. മനവേട്ടം വന്നിട്ട് പോയാൽ മതിയെന്ന്. ഹായ്. നാളെ കൊണ്ടുവരാന്ന് തന്നെ നേരത്തെ പോകുന്നെന്ന്. ആറ് സമയമാടി പറഞ്ഞേ പോ. ഓടി പൊക്കടി. വീട്ടിൽ പോടി. എന്ത് ചെയ്യാ അമ്മച്ചി? എന്ത് ചെയ്യേ? ആരാണി? ഉണ്ട് ഉണ്ടേ ഉണ്ട്. തുറക്കണമാ. അങ്ങോട്ട് മാറ്. ആ ഇനി പോകും. നാരായണി ഇവിടെയായിരുന്നു. ഇതെവിടെ പൂരി ഉണ്ടാക്കുന്നു. ഓക്കെ ഗൂഗിൾ ലൈറ്റ് ഓൺ. എനിക്ക് ഊരണ്ട. നീ ഊരണ്ട. നിനക്ക് ബട്ടൺസ് നീ ഊരണ്ട. ആ ഊരി തരാം. ഇത് ബായി വെക്കട്ടെ. അവൾക്ക് ചുമയായതുകൊണ്ട് അവളെ നാളെ വിടണ്ടെന്നാ പറഞ്ഞേ. നീ എന്നെ ലൈറ്റ് ഇടാത്തേ. ഓക്കെ ഗൂഗിൾ ലൈറ്റ് ഓൺ. അവിടെ ഓണായോ? കിച്ചൺ ലൈറ്റ് എന്ന് പറയണ്ട അപ്പം. ഞാൻ വണ്ടി ഓടിക്കുന്ന ചേട്ടൻ ഭയങ്കര ചുമയാണ്. നമുക്ക് കുറഞ്ഞിട്ട് വിട്ടാൽ മതി. ഇതിനകത്തുള്ളതായിരിക്കും മിക്കവാറും ഈ എപ്പിസോഡിനകത്ത്. അല്ല എവിടെ നിന്ന് കിട്ടാൻ നമുക്ക്. ഇതൊരെണ്ണെടുത്ത് കത്തിച്ച് വെക്കാം. അതാ ഞാൻ പറയാം. നീ കഴിക്കുക. എന്നിട്ട് ഉണ്ടാക്കിയാൽ മതി. ഇപ്പൊ തന്നെ ഞാൻ ഇതൊന്ന് ഓഫ് ചെയ്തിട്ടാ കത്തിച്ചും വെക്കാം. ഓ കണ്ടോ ഇതിനകത്തുള്ള പാട്ടാ അത്. അത് അവളാ വെച്ചപ്പോഴേ അവൾക്കറിയാതെ. ആണോടി? ഉണ്ടോ ഇത് വെച്ചപ്പോഴേ അവളാ പാട്ട് പാടിയുണ്ടോ? അവൾക്കറിയാം ഈ പഠിക്കാൻ സമ്മതിക്കില്ല. രാവിലെ പള്ളി പോകും.
ഈ ഗാനം ഈ ഭവനത്തിന്റെ വെളിച്ചമാണ്. ഞാനിപ്പം കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. രാവിലെ ആങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നായിരുന്നു. ECG ഒക്കെ എടുത്തപ്പോൾ വേരിയേഷൻ ഉണ്ടായിരുന്നു. പിന്നെ നെഞ്ചുവേദന കുറയുന്നില്ല. പിന്നെ അതുകൊണ്ട് അവിടുന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുവന്നു. അപ്പം അവിടുന്ന് പറഞ്ഞ് എന്തുവാ എവിടെ ECG എടുത്തു. പിന്നെ എന്തോ മെഡിസിനൊക്കെ കൊടുത്തിട്ട് പക്ഷെ കുറയുന്നില്ല. ഇഞ്ചക്ഷൻ ഒന്നും എടുത്തിട്ടും കുറയുന്നില്ല. പിന്നെ എക്കോ ചെയ്തപ്പോൾ വേരിയേഷൻ കണ്ടു. അഡ്മിറ്റാക്കി. ഇപ്പം അഡ്മിറ്റാക്കി വേരിയേഷൻ കണ്ടിട്ട് ഇപ്പോൾ ICUവിലാണ്. ICUവിൽ അവിടെ തന്നെ ഇപ്പോൾ അഡ്മിറ്റാണ്. ICUവിൽ എന്താ ഒബ്സർവേഷനിൽ പുള്ളി. പിന്നെ അഡ്മിറ്റാക്കി ഇപ്പോൾ ICUവിൽ ഇപ്പോൾ 2 ദിവസം കിടക്കണം. അത് കഴിഞ്ഞ് പിന്നെ വാർഡിലേക്ക് മാറ്റുമെന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ ഒരു സംഭവമൊക്കെ ഉണ്ടായി. അപ്പോൾ അവിടെ ഒരു ബുദ്ധിമുട്ടായിപ്പോയി. കാരണം പെട്ടെന്നുള്ളൊരു സംഭവമല്ല. അങ്ങനെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മയ്ക്കായിരുന്നു കഴിഞ്ഞ ആഴ്ച. അപ്പോൾ മോനായി. ഇന്നലെ തൊട്ട് നെഞ്ചുവേദന ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇന്നലെ നെഞ്ചുവേദന ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു ഈ ഗ്യാസിൻ്റെ വല്ലതാണെന്നോർത്ത് വെച്ചു. പിന്നെ രാത്രി ആയപ്പോൾ നല്ല വേദന എടുത്തു. രാവിലെ ആയപ്പം പുള്ളി തന്നെ വണ്ടി ഓടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ച് ഞങ്ങൾ രാവിലെ അവിടെ ചെന്ന് ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി താലൂക്ക് ഹോസ്പിറ്റലിൽ ചെന്നപ്പം അവിടുന്ന് ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടൊന്നും കുറയുന്നില്ല. അപ്പോൾ പിന്നെ മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാനും ഉണ്ട്, നാത്തൂനും ഉണ്ട്, ഞങ്ങളുടെ വൈഫ്, ഞങ്ങൾ 2 പേരും ഉണ്ട്. ബാക്കി ഉണ്ടായിരുന്നു. അവരൊക്കെ പോയി. കൂട്ടുകാരും പിന്നെ അമ്മയുടെ അങ്ങയുടെ മോനൊക്കെ ഉണ്ടായിരുന്നു. പോയി. അമ്മേനെ കൊണ്ടുവന്നില്ല. എന്ന് വെച്ചാൽ പിള്ളേരെ അങ്ങയുടെ പിള്ളേരെ അവിടെ പറഞ്ഞുണ്ടായിരുന്നുള്ളൂ. അമ്മ അങ്ങോട്ട് പോയി. അതന്നെയല്ല, അമ്മയെ കൊണ്ടുവന്ന് ശരിയാവത്തില്ല. എന്താണെന്ന് വെച്ചാൽ എല്ലാവരെന്തോ പറഞ്ഞുകൊണ്ട് പോയി. അപ്പം ഞാൻ ദേ ഇവിടെ ഈ ഭാഗത്താണിത്. വെളിയിരിക്കണം. അവളകത്തുണ്ടാവും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലേ. എന്തായാലും ഇപ്പോൾ കുറഞ്ഞു കേട്ടോ. വേദന കുറഞ്ഞെന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല. കഞ്ഞിയൊക്കെ കുടിച്ചു, ചായയൊക്കെ കുടിച്ചു. ഇപ്പോൾ കുറച്ചൊക്കെ ഓക്കെ ആയി. കിടന്നോ? നീ പഠിക്കുന്നില്ലേ? ഞാൻ ഇവിടെ ഇരുന്നപ്പോ ഉറങ്ങിപ്പോയി. അപ്പൊ ഞാൻ നോക്കുമ്പോ എന്തോ ഒച്ച കേൾക്കുന്നത്. അപ്പോഴാണ് അവിടെ ഫോൺ ബെല്ലടിക്കുന്ന ഒച്ച കേട്ട് എണീറ്റുള്ളത്. നിർത്ത് വാ, നമുക്ക് കിടന്നേക്കാം. നാരായണി കിടന്നു കിടക്കാം. രാവിലെ വെക്കാം. ഇനി ഓഫ് ചെയ്യാൻ പോവാ. അലക്സ TV. ഇവിടെ രോഗിയിലൂടെ ഇരിക്കുന്നവർക്കൊരു വിശ്രമ കേന്ദ്രമുണ്ട് ഇവിടെ. ഇതാ അപ്പോൾ നമുക്ക് ബാത്റൂമും അങ്ങനെയൊന്നുമില്ല. ടോയ്ലറ്റൊന്നും ഇവിടെ ഇല്ല. വേറെ പോകണം. പക്ഷെ നമുക്കിവിടെ കിടക്കാം. പായ വിരിച്ച് കിടക്കാം. അവനവൻ്റെ വസ്തുക്കൾ അവനെ സൂക്ഷിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. മൊബൈല്, പേഴ്സ് ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും ഞാനിവിടെ ഒന്ന് പായ വിരിച്ചിട്ടുണ്ട്. പക്ഷെ കിടക്കുന്നില്ല. കാരണം ഞങ്ങളുടെ വൈഫ് നാത്തൂൻ താഴെ തന്നെ ഉള്ളവൾ. അപ്പോൾ ഞാൻ അവിടെ തന്നെ ഇരിക്കുന്നത് ശരിയല്ലോ. അപ്പം ഞങ്ങൾക്ക് ചായ വേണമെന്ന് പറഞ്ഞു. ചായ ഒന്ന് പോയി മേടിക്കാമെന്ന് ഓർത്ത് കേട്ടോ പാത്രമായിട്ട് ആകട്ടൊന്ന് പോയേക്കാന്ന് വെച്ചു. എന്താണ് അവിടെ നമുക്ക് ചായ രോഗി വേണം. വേദനയ്ക്ക് ഇച്ചിരി പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഒരു ചെറിയൊരിത്. ഹലോ. എടാ വീട്ടിലാണോ? ഞാൻ ഇന്നൊരു പണിക്ക് പോയായിരുന്നു. ഇന്ന് ഞാൻ പൈസ ചോദിച്ചിട്ട് ഒരു തന്നില്ല. ആകെ 300 രൂപ തന്നു.
ആ നാളത്തെ കഴിഞ്ഞ് ഞാൻ തന്നേക്കാം കേട്ടോ. ആ ശരി. ആ ഞാൻ വെളുപ്പിനെ പോയായിരുന്നു, ഒരു 7:30 പോയായിരുന്നു. ആ ശരി. ആ നാളത്തെ കഴിഞ്ഞ് തന്നേക്കാവേ. ആ